വിഘ്നേശ്വരായ നമഃ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. ധനുമാസം തുടങ്ങി പകുതിയോളം ആകാൻ എത്തുന്ന സമയത്ത് പല നക്ഷത്രങ്ങൾക്കും നല്ല സമയവും അതുപോലെ തന്നെ ചില നക്ഷത്രങ്ങൾക്കുള്ള അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വ്യത്യാസങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഓരോ നക്ഷത്രങ്ങൾക്കും അവരുടേതായ പ്രത്യേകതകൾ ജന്മരാശിയും ജന്മസമയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അത് ആ നക്ഷത്രക്കാർ പൂർണ്ണമായും നോക്കിയെങ്കിൽ മാത്രമേ അറിയാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ നക്ഷത്ര ഫലം പറയുമ്പോൾ പൊതുവായുള്ള നക്ഷത്രങ്ങളാണ് പറയുന്നത്. ഇന്ന് നമ്മളൊരു പ്രധാനപ്പെട്ട നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത്. ആ നക്ഷത്രത്തിൽ പിറന്ന പുരുഷൻ, നമുക്കറിയാം ആ നക്ഷത്രം ഏതെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും മനസ്സിലേക്ക് ഓടിയെത്തും. പൂരം പിറന്ന പുരുഷൻ എങ്ങനെയെന്നറിയാം. ധനുമാസത്തിൽ എങ്ങനെയാണ് പൂരത്തിൽ ജനിച്ച പുരുഷന്മാർക്കുള്ള അവരുടെ ജീവിതം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. പുരുഷന്മാർ പൂരത്തിൽ പിറന്നാൽ അവരുടെ ജീവിതം പൂരം നക്ഷത്ര ജാതകരെ പിടിച്ചാൽ കിട്ടില്ല എന്നാണ് പറയുന്നത്. അത് സത്യമായിരിക്കാം. അതാണ് പൂരം പുരുഷൻ പിറന്നാൽ അത് വളരെ വലിയ നേട്ടങ്ങൾ എന്ന് തന്നെയാണ്. കുടുംബത്തിന് നേട്ടമെന്ന് മാത്രമല്ല, അവരുടെ രാജയോഗമാണെന്ന് തന്നെ പറയാം. ഭാരതീയ ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങൾ 11ാമത്തേതാണ് പൂരം. സംസ്കൃതത്തിൽ പൂർവ്വ ഫാൽഗുനി, ആദ്യ ചുവപ്പൻ എന്നറിയപ്പെടുന്നു. രാശിചക്രത്തിൽ 133 ഡിഗ്രി 20 മിനിറ്റ് മുതൽ 146 ഡിഗ്രി 40 മിനിറ്റ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് പൂരം നക്ഷത്രം. ശുക്രനാണ് ഈ നാളിന്റെ അധിപൻ. പൂരം പുരുഷന്മാർക്ക് അനുകൂലമായ നാളാണ് എന്നാണ് ജ്യോതിഷന്മാർ പറയുന്നതും വിശ്വാസവും ഒക്കെ അങ്ങനെയാണ്. മനുഷ്യ ഗണമാണ്, സ്ത്രീ യോനിയാണ്, ഭൂതം, ജലം, പക്ഷി, ചകോരം, മൃഗം, എലി എന്നിവയാണ്. എന്നിരിക്കലും ഇതൊരു സ്ത്രീ നക്ഷത്രവുമാണ്. അതിനാൽ പൗരുഷവും സ്ത്രൈണതയും ചേർന്ന പ്രകൃതമായിരിക്കും ഇവരുടേത്. അതായത് ധീരന്മാരായിരിക്കുമ്പോൾ തന്നെ ഇവർ ലോലഹൃദയരുമായിരിക്കുമെന്ന് അർത്ഥം. പൂര നക്ഷത്രക്കാർ ആരോഗ്യവും ആകർഷണീയവുമായ ശരീരവും കൊണ്ട് അനുഗ്രഹീതരായിരിക്കും. പുരുഷനായാലും സ്ത്രീ ആയാലും പൂര നക്ഷത്രക്കാർക്ക് പൊതുവെ ഗൗരവപ്രകൃതം ഉണ്ടായിരിക്കും. ഹിതകരമായി സംസാരിക്കുന്നവരും സാമർഥ്യമുള്ളവരും സഞ്ചാരികളും ധൈര്യമുണ്ടെന്ന് ഭാവിക്കുകയും ഉള്ളിൽ പേടിയുള്ളവരുമായി ഭവിക്കുകയും ചെയ്യുന്നവരാണ്. ഇവർക്ക് ഈ 2025 അവസാനത്തോടെ ഡിസംബർ ധനുമാസത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന വിവാഹം, അതുപോലെ നടക്കാതിരുന്ന പല വീട് വയ്പ്പുകൾ, അതുപോലെ തന്നെ കിട്ടാതിരുന്ന ലോണുകൾ, ജോലികൾ ഇതൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. വളരെ ഓർമ്മശക്തി ഉള്ളവരാണ് ഇവർ. നിങ്ങൾ PSC ടെസ്റ്റുകളൊക്കെ എഴുതിയിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ നല്ല സമയമാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വീണ്ടും ഉയർന്ന തസ്തികയിലേക്ക് പോകുവാനുള്ള അവസരമുണ്ട്. സംഭാഷണ മാധുര്യവും അതുകൊണ്ട് ആരെയും വശത്താക്കുന്ന രീതിയും ഒക്കെ ഉള്ളത് കൊണ്ട് ജോലിയിൽ നല്ല ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് തുടങ്ങുന്ന ഏത് ബിസിനസ്സും ഈ ധനുമാസത്തിൽ തുടങ്ങി വെച്ചാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ചെറുപ്പം മുതലേ ഏത് വിഷയത്തിലാണ് താല്പര്യമെന്ന് ഇവർക്ക് ഉള്ളത് എന്ന് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ അതിൽ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് തന്നെ ആയിരിക്കും. സിനിമയായാലും സീരിയലായാലും അല്ലെങ്കിൽ മറ്റു ഗവേഷണകരമായ കാര്യങ്ങളായാലും കൃഷിയായാലും അതുപോലെ തന്നെ സത്യസന്ധരും വിവേകികളുമായി ഇവർ ജീവിതത്തിൽ വിജയശ്രീലാടത്തിലായിരിക്കും. സ്ത്രീകൾ മധുരമായി സംസാരിക്കും. കലകളിലും ശാസ്ത്രങ്ങളിലും താല്പര്യം പ്രദർശിപ്പിക്കുന്നവരാണ്. നല്ല സന്താനങ്ങളോട് കൂടിയവരായിരിക്കും സ്ത്രീകൾ. സേവ ചെയ്യാനോ മറ്റുള്ളവരുടെ ഉത്തരവ് കാത്തു നിൽക്കാൻ ഇവർ ഒരിക്കലും സന്നദ്ധരായെന്ന് വരില്ല. യജമാനപ്രീതി സമ്പാദിക്കാൻ ഇവർ ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ട് തന്നെ അടിക്കടി എല്ലാ കാര്യങ്ങളും ഉയർച്ചയിലേക്ക് പോകും. അതുപോലെ വാഹനങ്ങൾ വാങ്ങുക, വീടുകൾ വയ്ക്കുക, ലോണുകൾ കിട്ടുക എന്നിവയൊക്കെ ഈ സമയത്ത് ഈ ധനുമാസത്തിൽ നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കുന്ന സമയമാണ്. അതുപോലെ ചില പരാജയങ്ങളൊക്കെ നടന്നതൊക്കെ മാറി വരും. അതിയായ അഭിമാന ബോധവും അതിരട്ട സ്വതന്ത്ര ചിന്താഗതിയും ഒക്കെ ഉള്ളവരാണ് പൂര നക്ഷത്രക്കാർ. അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും ഒക്കെ വളരെ വാത്സല്യവും സ്നേഹവുമായിരിക്കും. അതുപോലെ ഭാര്യയോടും മക്കളോടുമൊക്കെ വലിയ കാര്യമായിരിക്കും. അവരുമായി ക്ഷേത്ര ദർശനങ്ങളും വിനോദയാത്രകളും ഒക്കെ പോകാൻ താല്പര്യമുള്ളവരാണ്. മൃഗരാജനായ സിംഹം പ്രതീകമായുള്ള ചിങ്ങം രാശിയിലാണ് പൂരം നക്ഷത്രക്കാരുടെ ജനനം. രാശ്യാധിപനായ സൂര്യന്റെ തേജസ്സും നക്ഷത്രാധിപനായ ശുക്രന്റെ സൗന്ദര്യവും ആകർഷണീയതയും ഇവരിൽ കാണാം. ചിങ്ങത്തിന്റെ അധിപതിയായ സൂര്യന് പിതൃകാരകത്വം ഉള്ളതിനാൽ ഇവർ സന്താനങ്ങളോട് അതിരട്ട സ്നേഹവാത്സല്യം കാണിക്കുന്നവരാണ്. മാതൃസഹജമായ മമതയുമുണ്ട്. അതിന്റെ കാരണം ശുക്രന്റെ നക്ഷത്രാധിപത്യമാണ്. ഏതു തരത്തിലുള്ള തടസ്സവും തട്ടി നീക്കി ഇവർ മുന്നേറും. ഒരു കാര്യത്തിലും പിന്നെ നിൽക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല. തന്റെ കഴിവിനെ മറ്റുള്ളവർ അംഗീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പൂര നക്ഷത്രക്കാരായ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ. ജാതകത്തിൽ സൂര്യനും ശുക്രനും ബലമുണ്ടെങ്കിൽ രാഷ്ട്രീയം, പൊതുമേഖലാ രംഗങ്ങളെ ശോഭിക്കും. മറ്റുള്ളവരോട് വളരെ സഹാനുഭൂതിയോടെ പെരുമാറുവാനും നല്ല വാക്കുകൾ ആൾക്കാരെ സ്വാധീനിക്കുവാനും കഴിയും. ഒരാശ്രയശീലം ഇവർക്ക് ഒട്ടുമേ ഇല്ല. സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കുവാനും സ്വന്തം ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുവാനും ഇവർ നിൽക്കാറില്ല. സിംഹം സ്വയം ഇര തേടുകയാണ് പതിവ്. അതുപോലെ പൂര നക്ഷത്രക്കാർ സ്വന്തമായി അവരുടെ കാര്യങ്ങൾ കണ്ടെത്തി ഉന്നതിയിലേക്ക് എത്തുകയും കുബേരതുല്യമായ ജീവിതം നയിക്കുകയും ചെയ്യുന്നവരാണ്. എതിരാളിയുടെ നീക്കങ്ങളെ നല്ലവണ്ണം നേരത്തെ വിലയിരുത്താൻ ഇവർക്ക് കഴിയും. തക്ക സമയത്ത് അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഇവർക്ക് കഴിയും. പുരുഷന്മാർക്ക് മിലിറ്ററി, അതുപോലെ തന്നെ ഡോക്ടർ,
മറ്റുള്ള മേഖലകൾ, സിനിമ, സീരിയൽ, കൃഷിയുമായി ബന്ധപ്പെട്ട കച്ചവടങ്ങൾ, ഇതൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും. ഇതൊരു രജ്ജു നക്ഷത്രമാണ്. ആകയാൽ മകയിരം, അവിട്ടം, പൂരം, ഭരണി, അനിഴം, ഉത്രട്ടാതി, ചിത്തിര നക്ഷത്രക്കാരുമായുള്ള വിവാഹം ഗുണകരമല്ല. വേദനക്ഷത്രം ഉത്രട്ടാതിയാണ്. ചന്ദ്രൻ, രാഹു, ശനി എന്നീ ദശാകാലങ്ങൾ ഗുണകരമല്ലാത്തതിനാൽ ഈ കാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഗുണകരമാണ്. 12 വയസ്സുവരെ കാലം പൊതുവെ അനുകൂലമായിരുന്നവർക്ക് ഇനിയും അങ്ങോട്ട് 12 മുതൽ 18 വരെ ഉള്ളവർക്കും നല്ല സമയമാണ്. ഗുണദോഷ സമ്മിശ്രമായിരുന്ന സമയം മാറി വരുന്നു. 20ഉം 30ഉം പല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും. 51 വരെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ അനുഭവിച്ചവർക്ക് ശേഷം ജീവിതം പൊതുവേ ഗുണകരമാണ്. മഹാലക്ഷ്മി, അന്നപൂർണേശ്വരി എന്നീ ദേവകളെ ഭജിക്കണം. യക്ഷിക്ക് വഴിപാടുകൾ നടത്തുക. ജന്മനക്ഷത്രത്തിൽ ലക്ഷ്മി പൂജയോ സുഖപ്രീതകരമായ കർമ്മങ്ങളോ അനുഷ്ഠിക്കുക. അതുപോലെ ഞായറാഴ്ച ആദിത്യപൂജ, ശിവക്ഷേത്ര ദർശനം എന്നിവ ഗുണകരമാണ്. നിങ്ങൾ സാമ്പത്തികമായ നേട്ടമുണ്ടാക്കാൻ പറ്റിയ സമയമാണ്. 2025 ധനുമാസം പകുതിയോടടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ശിവക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, ദേവീക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, പൊതുവെ അന്നദാനങ്ങളൊക്കെ നടത്തുക. ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ പൂരം നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. രാത്രി അസമയത്തുള്ള യാത്രകൾ ഒഴിവാക്കണം. വാഹനങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇത്ര മാത്രമേക്കുള്ളൂ. ഉദര സംബന്ധമായ രോഗങ്ങളാൽ വിഷമിച്ചിരുന്നവർക്ക് അതൊക്കെ മാറി നല്ല സമയം വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഉപരിപഠനം നടത്താൻ ആഗ്രഹിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല സമയമാണ്. അതുപോലെ തന്നെ ഈ ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് വീണ്ടും വീണ്ടും ഉദ്യോഗക്കയറ്റം കിട്ടാനുള്ള ചില സമയങ്ങളൊക്കെയാണ്. ചിലർക്ക് ഉദ്യോഗത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ പഠിച്ച് വീണ്ടും ഉദ്യോഗക്കയറ്റം ലഭിക്കുന്നവരുണ്ടാകും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അതിനുള്ള വരുമാനം കൂടുതൽ ലഭിക്കാനുള്ള നല്ലൊരു സമയമാണ്. കൂടാതെ മറ്റൊരു കമ്പനിയിലേക്ക് മാറ്റം കിട്ടുകയോ അല്ലെങ്കിൽ അതിലും ഉപരിയായി വലിയൊരു ജോലിയിലേക്ക് കയറാനുള്ള മറ്റ് കാര്യങ്ങളൊക്കെ നടക്കുകയോ ചെയ്യും. വിവാഹം നടക്കാതിരുന്നവർക്ക് നല്ല സമയമാണ്. അതുപോലെ നാട്ടിലെത്തി തിരിച്ചു പോകാൻ കഴിയാതെ ഇരുന്ന പൂരം നക്ഷത്രക്കാരായ ആൾക്കാർക്ക് തിരിച്ചു പോകാനുള്ള വിസകൾ ലഭിക്കുകയും അതുപോലെ പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള സമയമൊക്കെയാണ്. ഏതായാലും പൂര നക്ഷത്രത്തിന് ഏറ്റവും നല്ലൊരു സമയമാണ്. പൂരത്തിൽ പിറന്ന പുരുഷന്മാർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. അതുപോലെ തന്നെ നഴ്സിംഗ് ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീയായാലും പുരുഷനായാലും അവർക്ക് ഒരു സമയമൊക്കെ അടുത്ത് വന്നിരിക്കുന്ന വിശേഷവാസ യോഗമുണ്ട്. അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാൻ പരീക്ഷ എഴുതിയിരുന്നവരാണെങ്കിൽ അതും നടക്കും. എന്തൊക്കെയാലും നല്ലൊരു സമയമാണ്. ധനുമാസത്തിൽ പകുതിയൊക്കെ കഴിയുമ്പോൾ പൂര നക്ഷത്രക്കാർക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നെന്ന് മനസ്സിലാകും. എങ്ങനെ പൊതുവെ അതിന്റെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞതാണ്. അതുപോലെ ഓം ആര്യമ്ണേ നമഃ എന്ന് ജപിക്കുന്നത് ഏറ്റവും നല്ല ഉത്തമമാണ്. ഒരു മന്ത്രമാണ്. 101 പ്രാവശ്യം നമുക്ക് ഓം ആര്യമ്ണേ നമഃ എന്ന് ജപിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു സമയത്തിലേക്ക് പോകുന്ന, നിങ്ങളെ ദൈവത്തിന്റെ അടുത്തേക്ക് എത്താൻ പറ്റുന്ന ഒരു അനുകൂലമായ മന്ത്രമാണിത്. അതൊക്കെ മറക്കാതെ ചൊല്ലുക. അതുപോലെ പൂരം നക്ഷത്രക്കാര് രാത്രികാലങ്ങളിൽ അസമയത്ത് നടത്താം എന്ന് പറഞ്ഞത് ഒരു സമയത്തിന് ശേഷം നിങ്ങൾ പുറത്തൊക്കെ പോകാതിരിക്കുക. അത് കുറച്ച് നാളത്തേക്ക് ശ്രദ്ധിക്കണം. എന്തായാലും നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ കുബേര തുല്യമായ ജീവിതത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ്. പൂരം നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. 2025 ഡിസംബർ ധനുമാസം ഈ വർഷം തീരുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ സമയമാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതൊക്കെ 2026 കടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മാറ്റങ്ങളും നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ഇതൊക്കെയാണ് പൂരം നക്ഷത്രത്തെ കുറിച്ച് പൊതുവായി പറയുവാനുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഇനി അടുത്തൊരു ജ്യോതിഷ പങ്ക്തിയുമായി വീണ്ടും എത്തുന്നതായിരിക്കും. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.